വെൽക്കം ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേഷ്യൽ കിറ്റിനെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഒരു പീൽ ഓഫ് ഫേഷ്യൽ മാസ്കിനെ കുറിച്ച്. അത് നല്ലതാട്ടോ. ഡോക്ടർ റാഷൽ, ഞാൻ കൂടുതൽ ഡോക്ടർ റാഷലിൻ്റെ പ്രൊഡക്റ്റിന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ചെയ്താലും വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കുറേ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അത് കാരണം ഞാൻ നിങ്ങളെ കൊണ്ട് അറിയിച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഗോൾഡൻ്റെ ഇത് വന്നിട്ട് ഡോക്ടർ റാഷിന് ഗോൾഡ് കൊളാജിൻ പീൽ ഓഫ് ഫേഷ്യൽ മാസ്ക്, വൈറ്റനിങ് ആൻഡ് റിങ്കിൾ മാസ്ക് കേട്ടോ. ഇത് പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ സ്കിൻ ടെസ്റ്റൊക്കെ ചെയ്തതാണ്. അപ്പം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് കുറച്ച് എമൗണ്ട് എടുത്താൽ മതി, ഓവറൊന്നും വേണ്ട. കുറച്ച് എമൗണ്ട് കയ്യിലെടുത്തതിന് ശേഷം എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് അപ്ലൈ ചെയ്യുന്ന നേരത്ത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ലിപ്പ് ഏരിയയും കണ്ണിൻ്റെ എറൗണ്ട് ഏരിയയും കൂടെ മാക്സിമം അവോയ്ഡ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി, കുറേ ഓവർ വേണ്ട. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പൊളിച്ച് കളയാം. അപ്പം നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുമായിട്ട് തോന്നിയിട്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് ഞാൻ കാണിച്ചത്. ഞാനിപ്പോൾ ഏകദേശം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കി ഫീലിംഗ് ആണ്. പശ അപ്ലൈ ചെയ്യാൻ തൂക്കുന്ന ഒരു ഫീലിംഗ് തോന്നും നമുക്ക്. പിന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആട്ടോ നല്ലതായിട്ട്. പിന്നെ നമ്മൾ ഏത് ഫേഷ്യൽ മാസ്ക് ഇട്ട് കഴിഞ്ഞാലും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസൊക്കെ കൺട്രാക്ട് ചെയ്തിട്ട് റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനാൽ അധികം മുഖത്തെ എക്സ്പ്രഷൻ ഇട്ട് സംസാരിക്കാതിരിക്കുക. ഏകദേശം ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തു, നെക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം 10 to 15 minutes വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം പീൽ ഓഫ് ചെയ്യാമെന്നാണ്. അപ്പം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ് അവർ പറഞ്ഞ ഡ്യൂറേഷൻ അനുസരിച്ച്. പിന്നെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. അതുകാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് യൂസ് ചെയ്യപ്പം സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത്ര കോൺഫിഡൻസോടെ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. പീൽ ഓഫ് ഇപ്പോൾ 10 to 15 minutes കഴിഞ്ഞ് ഡ്രൈ ആയി കഴിയുമ്പോൾ നന്നായിട്ടൊരു ഗോൾഡൻ എഫക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല, ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതായിട്ട്. അത് നമ്മൾ പീൽ ഓഫ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ചെയ്യുമ്പോൾ ഡൗണിൽ നിന്ന് അപ്പിലേക്കാണ് ചെയ്യേണ്ടത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിന്ന് ഒക്കെ റിമൂവ് ആകുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ഒരു ക്ലീനിങ് എഫക്റ്റ് വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ ചെറിയൊരു വേദന തോന്നും കേട്ടോ നമുക്ക്. ഇങ്ങനെ അപ്പിന്ന് ഡൗണിൽ നിന്ന് മുകളിലോട്ട് പറിച്ചെടുക്കുക കേട്ടോ. ഏകദേശം ഐഡിയ കിട്ടിയില്ല എങ്ങനെയാണെന്ന്. ഇനി ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഓൾറെഡി അതെല്ലാം റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒരു നോർമൽ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ഒന്നും വലിയ മാറ്റങ്ങൾ തോന്നത്തില്ല. പക്ഷേ ഒരു 2-3 സ്റ്റെപ്പ് 3-4 സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറേ ഒരു മാറ്റങ്ങൾ വരും. പിന്നെ നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ഉള്ള ആൾക്കാരാണെങ്കിൽ സൂക്ഷിക്കുക. കാരണം നമ്മുടെ അപ്ലൈ ചെയ്തിട്ട് പീൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്കിന്നിന് നല്ല പെയിൻ തോന്നും. പിന്നെ അത് മാത്രമല്ല ഇതിലൂടെ ചെറിയ സ്മോൾ ഹെയറുകൾ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു വേദനകളുണ്ട്. നമ്മുടെ മുഖത്ത് രോമം പോകുമ്പോൾ അതിൻ്റേതായ വേദനകളുണ്ടല്ലോ. അതുപോലെ നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ലൈറ്റായിട്ട് നമ്മൾ സോപ്പ് അപ്ലൈ ചെയ്യേണ്ടത് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.